നമ്മളെ ചാത്തോടത്ത് വിനോദിന്റെ പെങ്ങളെ മോനല്ലേ? ഓനെന്നെയപ്പാ, ഓനല്ലേ ഈ നാട്ടിലെ കുട്ടികളെ തേച്ചും പെടക്കാക്കുന്നു. എനിക്ക് വേണ്ട, മറ്റേത് തരട്ടെ. എനിക്കത് മതി. മറ്റേതാ വേണ്ടെന്നുണ്ടെങ്കിൽ നീ വേറെ എവിടെയെങ്കിലും പോയിട്ട് വിളിച്ചോ, വീടിന്ന് വിളിക്കണ്ട. നീന്റെ പണിയെടുക്ക്, നമുക്കറിയാം എന്താ വേണ്ടത്. ഉള്ള കാര്യം പറയല്ല വിനോദ, ഈ നാട്ടിലെ കുട്ടികളെ മൊത്തം ചീത്തയാക്കുന്നത് നിന്റെ അനന്തരവനാണ്. അതുകൊണ്ട് വിനോദ, ഓനെ വിളിച്ചിട്ട് നീ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം. ഞാൻ ഓനെ വിളിച്ച് നന്നായി ഉപദേശിച്ചതാ. എന്നിട്ടോ? ഇനി മേലാൽ ആ മറ്റേ ടീമിന്റെ പേര് നിന്നെ കണ്ടാലുണ്ടല്ലോ, ഉറപ്പായിട്ട് ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. എന്നെ ഭരിക്കാൻ വന്നോണ്ടല്ലോ ഞാൻ നീ എന്തായി കാണിക്കുന്നേ? മാറിക്ക് താണേ. എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അക്രമം തുടങ്ങിയ സ്ഥിതിക്ക് അവൻ എത്രയും പെട്ടെന്ന് പോലീസ് ഏൽപ്പിക്കാം. അത് തന്നെ വേണ്ടത്, അല്ലാതെ നാട്ടിലെ കുട്ടികളെ മുഴുവൻ ചീത്തയാക്കുന്ന പോലെ കാത്തു നിൽക്കല്ല വേണ്ടത്. അവൻ ചീത്തയായിരുന്നില്ല, അവനെ ചീത്തയാക്കാൻ ഒരാളുണ്ടാവല്ലോ. അതിനെപ്പറ്റി നിങ്ങൾക്ക് രണ്ടാക്കൊന്നും പറയാനില്ലേ? പോലീസ് എനിക്ക് സാധനം വേണം. എവിടുന്ന് കിട്ടാ? സാധനം കിട്ടും, പൈസ വേണ്ടേ? നീ സ്കോർ ചെയ്യാൻ നോക്ക്, പൈസ വരാം.
ആ ഓക്കെ. അപ്പു നീ അതവിടെ വെച്ചേ, ഇനി ആകെ അതേ ബാക്കിയുള്ളൂ. എനിക്കൊരു ആവശ്യമുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തരാം. നിന്നോടാണ് വെക്കാനാ പറഞ്ഞേ. തള്ളേ, നിങ്ങൾക്കെന്താ കാര്യം പറഞ്ഞ മനസ്സിലാവാതെ? അതിങ്ങ് താ. വേണ്ട മോനെ, വേണ്ട, വേണ്ടടാ. അതിങ്ങ് തരാനാ പറഞ്ഞേ. ഇല്ല അപ്പു, വേണ്ടടാ, വേണ്ട. കൈ വിടടാ. അപ്പു വിടടാ, അപ്പു വീട്, അപ്പു മോനെ വീട്. എടാ അപ്പു, അപ്പു കൊണ്ടോലടാ അത്. അപ്പു എന്താ നീ കാണിക്കുന്നത്? നിന്റെ അമ്മയല്ലേ അത്? മാറി ഇന്നോളൂ, എന്റെ കാര്യത്തിൽ എങ്ങനെ ഇട്ടപ്പെട്ട. എന്നെ മോനെ ഇവിടെ കൊണ്ടുപോകും നിങ്ങളെ. അല്ല എനിക്ക് മനസ്സിലാക്കി ചോദിക്കാം, നിങ്ങൾ ഇത്ര ഉപദ്രവിച്ചിട്ട് എന്തിനാ വേണ്ടി വക്കാലത്ത് പിടിക്കുന്നേ? സാറേ, ഇവരെന്നെ ഉപദ്രവിച്ചിട്ടില്ല സാറേ. എന്നെ ഉപദ്രവിച്ചത് ഇവന്റെ ഉള്ളിലെ ലഹരിയാണ് സാറേ. ഞാൻ താലോലിച്ച് വളർത്തിയ എന്റെ പൊന്നു മോന, അവനൊരു പാവാ സാറേ. കേൾക്കുന്നുണ്ടാ? ഇത്ര നല്ല അമ്മയെ കിട്ടിട്ട് നിന്റെ ജീവിതം ഇങ്ങനെയാണെങ്കിലേ നിനക്കൊക്കെ നല്ല ഇരുമ്പ് തന്നെടാ. നടക്കടാ, വാ. എന്താ അപ്പു തിരിച്ചറിയേണ്ട സാഹചര്യം ഇനി എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളായിരിക്കും, എന്റെ അമ്മയെ.